നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ കാട്ടുകാരൻ റോഡിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യവിരുദ്ധർ തീവച്ച് നശിപ്പിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തം. തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 8 അടി ഉയരത്തിൽ നിർമ്മിച്ച മഹാബലി പ്രതിമ കൗതുകമാകുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം സമയം വൈകിട്ട് 4 മണിയിൽ നിന്നും 7 മണി വരെയാക്കി ദീർഘിപ്പിച്ചു. അത്തം പിറന്നതോടെ കൊടകരയിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണവും വിൽപ്പനയും സജീവമാകുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനം മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക കർമ്മസേനയുടെ ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കാട്ടുകാരൻ റോഡിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യവിരുദ്ധർ തീവച്ച് നശിപ്പിച്ചു. പള്ളിപ്പുറം വീട്ടിൽ ഡേവിഡ് അനിലിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിനശിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തം. തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. തൃശൂരിന് പുറമെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും ഈ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 8 അടി ഉയരത്തിൽ നിർമ്മിച്ച മഹാബലി പ്രതിമ കൗതുകമാകുന്നു. ശ്രാവണ പൗർണമി എന്ന പേരിൽ കോളേജിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് മഹാബലി പ്രതിമ ഒരുക്കിയത്. കോളേജ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ പ്രതിമ അനാച്ഛാദനം ചെയ്തു. കോളേജിലെ രൂപം സദസ് കൺവീനർ അന്ന ജാക്ലിന്റെ നേതൃത്വത്തിൽ BA ഗ്രാഫിക്സ് വിദ്യാർത്ഥികളായ എസ് മിഥുന, അരുൺ സി ഷാജി, മാധവ് ER, ശ്രീലക്ഷ്മി ശശിധരൻ, BSc ജിയോളജി വിദ്യാർത്ഥിയായ ശ്രീയ സുരേഷ് എന്നിവർ ചേർന്നാണ് മഹാബലിയുടെ ശില്പം നിർമ്മിച്ചത്. പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം സമയം വൈകിട്ട് 4 മണിയിൽ നിന്നും 7 മണി വരെയാക്കി ദീർഘിപ്പിച്ചു. ഇനി മുതൽ പോലീസ് പരിശോധന പൂർത്തീകരിച്ച് 7 മണി വരെ കൊണ്ടുവരുന്ന എല്ലാ മൃതദേഹങ്ങളും അന്നു തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും. പുതിയ സമയക്രമം നിലവിൽ വന്നു. ഫോറൻസിക് മേധാവിയായി ഡോക്ടർ ഹിതേഷ് ശങ്കർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ഉത്തരവാണിത്. മോർച്ചറിയിലെ 16 ഫ്രീസറുകളിൽ 6 എണ്ണം പൊതുജനങ്ങൾക്ക് സൗജന്യമായി മൃതദേഹം സൂക്ഷിക്കാൻ അനുവദിക്കുമെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. തിരുവോണ പുലരിയിൽ മുറ്റങ്ങളെ അണിയിച്ചൊരുക്കുന്നതിൽ ഒഴിച്ചുകൂടാൻ ആകാത്തതാണ് കളിമണ്ണിൽ മെനഞ്ഞെടുത്ത തൃക്കാക്കരയപ്പൻ. അത്തം പിറന്നതോടെ കൊടകരയിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണവും വിൽപ്പനയും സജീവമാണ്. കളിമൺ നിർമ്മാണ തൊഴിലാളികളായ കുമ്പാര സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളിലാണ് ഓണത്തിനുള്ള തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കുമ്പാരത്തറകളിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും കൊടകരയിൽ നിന്നുള്ളവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. കർക്കിടകം പിറന്നപ്പോൾ മുതൽ ഇവർ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഓട്ട് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കളിമണ്ണാണ് ഉപയോഗിക്കുന്നത്. പല വലുപ്പത്തിൽ തൃക്കാക്കരയപ്പനെ മെനഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും വലിപ്പം കുറഞ്ഞവയ്ക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. 50 രൂപ മുതൽ 500 രൂപ വരെയാണ് വില. ഉയരം കൂടിയവ ഓർഡർ പ്രകാരമാണ് നിർമ്മിച്ചു നൽകുക. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തരത്തിലുള്ള ഡിസൈനുകളിലാണ് തൃക്കാക്കരയപ്പൻ നിർമ്മാണം. അരച്ചെടുത്ത കളിമണ്ണ് ഉപയോഗിച്ച് തൃക്കാക്കരയപ്പന്റെ രൂപം മെനഞ്ഞെടുക്കാൻ മിനിറ്റുകൾ മതി. എന്നാൽ ഡിസൈൻ നൽകി ഉണക്കി ചായം തേച്ച് തയ്യാറാക്കിയെടുക്കാൻ കൂടുതൽ സമയം വേണം. വെയിലത്തുണക്കിയാൽ എളുപ്പം പൊട്ടിപ്പോകുമെന്നതിനാൽ തണലിലാണ് ഉണക്കുക. നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണിനും പെയിന്റിനും വില കൂടുന്നതനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്നതാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം.
മഹാത്മാ അയ്യങ്കാളിയുടെ 162-ാം ജന്മദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഷാഫി കല്ലൂപ്പറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, സന്തോഷ് കാവനാട്, ലിനു മൈക്കൽ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. നന്ദകുമാർ കോരപ്പത്ത്, അർജുനൻ വടേക്കാട്ടിൽ, ബാബു മനക്കുളങ്ങര പറമ്പിൽ, ഷിനോജ് കോടാലി എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക കർമ്മസേനയുടെ ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ കായ ഉപ്പേരി, ശർക്കര വരട്ടി എന്നിവ വെളിച്ചെണ്ണയിൽ വറുത്ത് മിതമായ വിലയിൽ വിപണിയിൽ ഇറക്കുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ദിനേശ് വെള്ളപ്പാടി, K സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 15 രൂപ കൂടി ഗ്രാമിന് 9405 രൂപ, പവന് 75,240 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കാട്ടുകാരൻ റോഡിൽ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യവിരുദ്ധർ തീവച്ച് നശിപ്പിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തം. തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 8 അടി ഉയരത്തിൽ നിർമ്മിച്ച മഹാബലി പ്രതിമ കൗതുകമാകുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം സമയം വൈകിട്ട് 4 മണിയിൽ നിന്നും 7 മണി വരെയാക്കി ദീർഘിപ്പിച്ചു. അത്തം പിറന്നതോടെ കൊടകരയിൽ തൃക്കാക്കരയപ്പൻ നിർമ്മാണവും വിൽപ്പനയും സജീവമാകുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ 162-ാം ജന്മദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക കർമ്മസേനയുടെ ഓണവിപണി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംരക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.